ആര്യന്റെ മുന്നിൽ വന്നിട്ട് റെന ഫാത്തിമ ബെഡിൽ ചാടി കയറി കിടക്കുന്നു. തലയണ വെച്ചിട്ട് അതിന് മുകളിലൂടെ ശരീരത്തിൽ സ്പർശിച്ചില്ലോ എന്നറിയില്ല കയറി കിടക്കാനി പോയ സമയത്ത് അപ്പാനിക്ക് വേണ്ടി റിവെഞ്ച് എടുത്തു ഡാൻസ് കളിച്ച് അടിപൊളി എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ ഇവനൊരു ഊളയാണ് ഊച്ചാളിയാണ് എന്ന് പറയേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പല ന്യായീകരണങ്ങളും ആളുകൾ വെക്കും കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന്റെ ബെഡിലേക്ക് നെവിൻ വന്ന് ആദ്യം കിടക്കുന്നു. നെവിൻ അവിടുന്ന് കഷ്ടി ഒന്ന് മാറ്റിയ സമയത്ത് നേരെ റെന ഫാത്തിമ വന്ന് കിടക്കുന്നു. രാത്രി 10-12 മണിയാണ് സമയം എന്ന് ആലോചിച്ച് നോക്കണം. ആൾക്ക് ഉറക്കമുണ്ട്. അതുകൊണ്ട് തന്നെ റെനയുടെ മേത്ത് കൂടെ കിടക്കുന്ന പോലെ കാണിക്കുന്ന ഒരു ആക്റ്റാണ് സംഭവിച്ചത്. പക്ഷേ ഈ ഒരു കാര്യത്തെ ബിന്നിയും റെന ഫാത്തിമയും ഇരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. റെന ഫാത്തിമ കരയാൻ തുടങ്ങി. ഈ ഒരു സാധനം, ഈ ഒരു ക്ലിപ്പ് എൻ്റെ ബോയ് ഫ്രണ്ട് കാണുന്നുണ്ടാവും, അവൻ തെറ്റിദ്ധരിക്കും, എന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ പൊരിഞ്ഞ കരച്ചില്. ആ ഒരു സമയത്ത് ബിന്നി പറയാണ്, നിനക്ക് അത്രക്കൊരു മോശപ്പെട്ട ഒരു അനുഭവമായി തോന്നിയെങ്കിൽ നമുക്കിത് പറയണം, ഇത് ലാലേട്ടനോട് പറയണം എന്ന രീതിയിലേക്ക് എത്തുന്നുള്ളതാണ്. ഇനി ഈ ഒരു ക്ലിപ്പ് ക്ലിയർ ആയിട്ട് കാണാത്ത ആളുകൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ സംഭവിച്ചെന്ന് നിങ്ങളൊന്ന് കാണും. ബെഡില് നെവിൻ കിടക്കുന്നുണ്ട്. റെന ഫാത്തിമ അയാളെ എണീപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ അവിടെ ഇല്ല. ആര്യൻ പുറത്തു നിന്ന് അകത്തേക്ക് വരുമ്പോൾ ബെഡിൽ ആരാണ്? നെവിനുണ്ട്. നെവിനെ ചവിട്ടുന്നുണ്ട്, ചവിട്ടി എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങട്ടെ. പിന്നെ നേരെ ഇതിലേക്ക് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴത്തിന് റെന ഫാത്തിമ കയറി ചാടി. മേത്ത് കയറുന്നത് പോലെ ഒരു ആക്റ്റാണ്. പക്ഷെ സത്യത്തിൽ ആ ഒരു സമയത്ത് റെന ഫാത്തിമ റിയാക്ഷൻ ഒന്നും ചെയ്തില്ല, പേടിച്ചു പോയി എന്നുള്ളതാണ്. പിന്നീട് രാത്രി ഏകദേശം ഇപ്പൊ സമയം 2 മണി, ഒരു 1-1:15 ടൈമിലൊക്കെ തുടങ്ങിയതാണ് ഇവരുടെ ഈ ഒരു ലൈവ്. പുലർച്ചെ 2:01 ഇപ്പൊ സമയം. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആ ചർച്ച മുഴുവൻ കൊണ്ടുവരേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. കൂർപ്പിച്ച് വെച്ചോട്ടെ ചെവി, എന്നാലേ കേൾക്കുള്ളൂ. അത്ര കുശുകുശുവാണേ. ഓക്കെ, മസ്താനി ഒനിയൽ വിഷയത്തിൽ അവൾക്കൊരു ബാഡ് ആയിട്ട് തോന്നിയത് കൊണ്ട് അത് ലക്ഷ്മിയോട് പറയുന്നു. ലക്ഷ്മി അത് എല്ലാവരിലേക്ക് എത്തിച്ചപ്പോൾ അത് ബാഡായിട്ട് ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് മസ്താനിക്കാണ് എന്നാണ് റെന പറയുന്നത്. അപ്പൊ അവിടുന്ന് അത് നല്ലൊരു പറഞ്ഞത്, വേറെ കാര്യങ്ങളാണ് പറഞ്ഞുള്ളത്. എന്തെങ്കിലും തോന്നി അപ്പൊ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ അതേ റെന തന്നെ ബെഡിൽ കിടന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, അതായത് അവൾക്കൊരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിട്ട് അവസാനം അത് ബാഡായി മാറിയത് മസ്താനിക്ക്. അതുപോലെ എൻ്റെ കാര്യവും ആവുമോ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്നും നിങ്ങൾ പ്രതികരിച്ചില്ല, സ്പോട്ടിൽ പ്രതികരിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ്. തുടർന്ന് കാണാം. ഓക്കെ, ഒരു വലിയ അലിഗേഷൻ അവിടെ വരുന്നു. കുറെ ദിവസങ്ങളായിട്ട് ആര്യൻ ഡബിൾ മീനിങ് പറയുന്നു. നമ്മൾ അതിന് അങ്ങനെയുള്ളൊരു സ്പേസ് കൊടുക്കുന്നില്ല, പിന്നെ എന്തിനാണ് അത് പറയുന്നത് എന്നുള്ളത്. അതൊന്നാമത്തെ. പിന്നെ വേറൊരാളുടെ ബെഡിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എണീറ്റ് പോകൂ എന്നല്ലേ പറയേണ്ടത്, പകരം ഈ ഒരു രീതിയിലാണോ പ്രവർത്തിക്കേണ്ടതെന്നാണ് ബിന്നി ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണ്. കാരണം നെവിനെ ചവിട്ടി എന്നിട്ട് എണീറ്റ് പോടാന്നൊക്കെ പറയുന്നുണ്ട്. ഉറക്കശങ്ക കൊണ്ടാവട്ടെ, അതൊക്കെ വേറെ കാര്യം. നന്നായി ഉറക്കം വരുന്ന സമയമല്ലേ. അവനെ മാറ്റിയപ്പോഴേക്കും റെന കയറി കിടന്നപ്പോ എണീപ്പിക്കാൻ വിളിക്കാമായിരുന്നു എന്നുള്ള ചോദ്യം ബിന്നി ചോദിച്ചത് കറക്റ്റാ. പിന്നെ ഡബിൾ മീന് അതവിടെ നന്നായി പറയുന്നുണ്ട് അത്രേ. ഇത് ലാലേട്ടൻ ചോദിക്കുന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട.
ഓക്കെ, ബിന്നി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കേട്ടിട്ടില്ലാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് ഇതൊരു ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയി നിനക്ക് തോന്നുമെങ്കിൽ, നിനക്ക് അത്രക്ക് മോശമായി തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് പറയണം. മസ്താനിക്ക് തോന്നിയതുപോലെ ഒരു ഡൗട്ട് ആവരുത്. നിനക്ക് തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% കൂടെ നിൽക്കുന്നതാണ് ബിന്നി പറയുന്നത്. ഓക്കെ, കാര്യമാണ്. അതായത് നിനക്കത് തോന്നണം. തോന്നാത്തിടത്തോളം കാലം ഇതൊരു പ്രശ്നമാക്കരുത് എന്ന് തന്നെയാണ് ബിന്നി പറയുന്നത്. പക്ഷെ ബിന്നി മൂട്ടിൽ കുത്തിക്കൊണ്ട് ഇത് വലിയൊരു സംഭവമാക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ വേറെ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കണ്ടു. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇവർ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കതൊരു മോശമായി തോന്നിയെങ്കിൽ അത് പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നിന്റെ ഫാമിലിയിലുള്ള ആളുകൾ കാണുമെന്നുള്ള വിഷമത്തിലാണല്ലോ നീ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നാളെ ഇതൊരു മോശമായിട്ട് തോന്നിയിട്ട് ഇപ്പൊ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് പറയണം എന്നാണ് ബിന്നി പറയുന്നത്. ആര്യൻ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നു, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ തെളിയുന്നു. നിനക്കത് മോശമായി തോന്നിയാൽ പ്രതികരിക്കൂ എന്നാണ് ബിന്നി പറഞ്ഞത്. ലക്ഷ്മി എടുത്ത് ചാടി പോലെ ബിന്നി എടുത്ത് ചാടിയിട്ടില്ല. പക്ഷെ രാത്രി നൂറ വന്നിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, നെവിൻ പങ്കെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അനുമോളും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നൈസായിട്ട് എല്ലാവരും ഒന്ന് ഉറക്കാൻ വേണ്ടി അങ്ങ് ഉറക്കി എന്നുള്ളത്. അതിന്റെ ഇടയിൽ ബിഗ് ബോസ് തന്നെ കട്ട് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ബെഡിൽ നിന്ന് ഇറങ്ങി പോകൂ എന്നല്ലല്ലോ പറഞ്ഞത്. അവനൊരു തമാശ കളിച്ചതാണ്. പക്ഷെ അതൊരു തമാശയായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. അങ്ങനെ തമാശയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ വുമൺ കാർഡ് ഇറക്കരുത് എന്നൊക്കെ പല ആളുകളും പറയും. പക്ഷെ ഈ കാര്യത്തിന് ഇവിടെ ബെന്നി പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമാണ്. നെവിനോട് ഇറങ്ങി പോകാൻ പറയുന്ന അതേ ആൾക്ക് കയറി മുകളിൽ കൂടെ കിടക്കേണ്ട കാര്യമില്ല. ശരീരത്തിൽ തട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും അങ്ങനെ മുകളിൽ കയറി കിടക്കേണ്ട കാര്യമില്ല. എണീറ്റ് പോകൂ എന്ന് പറഞ്ഞാൽ മതി. എണീറ്റ് പൊക്കോളും. ഒരു 2-3 തവണ പറഞ്ഞാൽ കേൾക്കും. പിന്നെ ഉറക്കപ്പിച്ചാണ് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാനാ. പിന്നെ ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. നിനക്കത് മോശമാണ് എന്ന് തോന്നിയാൽ പ്രതികരിക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇത് അനുമോൾ അറിഞ്ഞിട്ടില്ല. അനുമോള് പുറത്തുനിന്ന് കത്ത് വന്ന സമയത്ത് അനുമോളെ വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നെവിൻ ഇങ്ങനെ കിടന്നു, നെവിൻ എണീറ്റപ്പം ഞാൻ കയറി കിടന്നു, പിന്നെ മേത്ത് കൂടെ കയറി കിടന്നു, ഞാനാകെ പേടിച്ചു പോയി എന്നുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ മിസ്സായി പോയി, സോറി. അതിൽ കൃത്യമായിട്ട് ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ സൈഡിൽ? ബിന്നി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ കരയണ്ട, പേടിക്കണ്ട, നിനക്കിതൊരു വലിയ മോശമായിട്ട് തോന്നിയെങ്കിൽ 100% നിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്ന് ബിന്നി ഉറപ്പ് പറയുകയാണ്. പക്ഷെ നിനക്കത് കൃത്യമായിട്ട് ഉറപ്പാണ് എന്ന് നീ ഉറപ്പിക്കണം, അതാണ് പറയുന്നത്. അതുകൂടാതെ രണ ഫാത്തിമ കിടന്ന് കരയാൻ തുടങ്ങി. രണ ഫാത്തിമ കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ഇതൊക്കെ കാണുന്നുണ്ടാവും, അവൻ ഇതൊക്കെ തെറ്റിദ്ധരിക്കില്ലേ എന്നുള്ളതാ. സത്യത്തിൽ ഇത് തെറ്റിദ്ധരിക്കാനും മാത്രമുള്ള ഒരു വലിയൊരു വിഷയമല്ല. ഇവിടെ കൃത്യമായിട്ട് പെട്ടെന്ന് സ്പോട്ടിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് നേരം മുകളിൽ കയറാൻ നിന്നിട്ടില്ല. അപ്പോൾ തന്നെ അവൻ മാറി, തിരിഞ്ഞ സമയത്ത് മാറി. ഇവള് അധികം ചിന്തിക്കാതെ പോയി ഇരുന്നിട്ടുണ്ട്. പേടിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്ന സംഭവം എനിക്ക് തീരാണ്ട് കത്തിയിട്ടില്ല. എന്നാൽ പോലും ഒരു മോശം ആക്ട് ആണ് അവിടെ ആര്യം ചെയ്തിട്ടുള്ളത്. ഈ കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചോദിക്കില്ല. ആരും കാണിച്ച ഒരുപാട് ഊളത്തരങ്ങൾ അവിടെ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ വീക്കെൻഡിൽ മസ്താനിയെ കൊണ്ട് തന്നെ അനുമോളുടെ ശരീരത്തിലേക്ക് തള്ളിയിട്ടു എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ അല്ലെ. ആ ഒരു കാര്യം ലാലേട്ടൻ അവസാനിപ്പിച്ച് മസ്താനിയിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആക്ട് ചെയ്തു? ഇവിടെ ഡബിൾ മീനിങ് പറയുന്നുണ്ട് ആര്യനെന്നും, ഈ ഒരു കുറച്ച് വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പിന്നെയും ഇവരൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ വലതും കാണുന്നു എന്നുള്ളതാണ്. ഇത് ലാലേട്ടൻ ചോദിക്കുമോ എന്നുള്ള കാര്യം ഒരു വലിയൊരു ഡൗട്ടുള്ള കാര്യമാണ്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ബിഗ് ലൂസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പൊട്ടന്മാര് ഇതൊക്കെ കണ്ടിട്ട് ഇവര് പറയും നാളെ നിങ്ങൾ കണ്ടതൊക്കെ അത് വേറൊന്നാണ്, അതല്ല.
എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കണ്ണിനോടെ തന്നെ പറയാം എന്തുണ്ടയാടാ നീ കണ്ടത് എന്നുള്ളത്. അതാണ് ഇപ്പോഴത്തെ രാത്രി 2-2:15 പുലർച്ചെ 2-2:15. ഈ സമയം വരെ ലൈവ് ഇരുന്ന് കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കൃത്യമായി വീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിൽ നുണകളില്ല. ബിന്നി കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്കത് ബാഡ് ടച്ചായി തോന്നിയെങ്കിൽ, മോശമായി തോന്നിയെങ്കിൽ പ്രതികരിക്കുക. അതിനെ കൂടുതൽ ചിന്തിച്ച് വഷളാക്കാൻ നിൽക്കണ്ട. പിന്നെ നിന്റെ വീട്ടുകാർ വിഷ്വൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധാരണയിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ട. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തായാലും എപ്പിസോഡിൽ വരുമ്പോൾ നിങ്ങൾ കാണുക, എന്നിട്ട് നോക്കാം. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ്.